ഹായ്, വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഈസി ആയിട്ട് പ്ലാൻ ചെയ്യാവുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. പ്രോൺ ടെമ്പൂര വിത്ത് 2 ഡിഫറെൻറ്റ് ഡിപ്സ്. സോ ഈ റെസിപ്പിക്ക് ഞാനൊരു മീഡിയം സൈസ് പ്രോൺസ് ആണ് എടുത്തിരിക്കുന്നത്. പ്രോൺ ടെമ്പൂരയ്ക്ക് എപ്പോഴും ലാർജ് സൈസും മീഡിയം സൈസ് പ്രോൺസും ആണ് നല്ലത്. ആൻഡ് ഏത് വെറൈറ്റി പ്രോൺസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ആദ്യം തന്നെ ഫ്രൈ ചെയ്യുമ്പോൾ പ്രോൺസ് കേൾ ചെയ്യാതിരിക്കാനുള്ള മെത്തേഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. കേൾ ചെയ്യാതിരിക്കാനായിട്ട് പ്രോൺസിൻ്റെ ടോപ്പ് പാർട്ടിൽ ഒരു സെൻറ്ററിലായിട്ട് ചെറിയ സ്ലിറ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ബോട്ടം പാർട്ടിലും ഇതുപോലെ തന്നെ ചെറിയ സ്ലിറ്റ്സ് ഇട്ട് കൊടുക്കുക. ആൻഡ് പ്രോൺസ് ഇതുപോലെ ഒന്ന് ജെൻ്റ്ലി പ്രസ് ചെയ്ത് ഫ്ലാറ്റൻ ചെയ്ത് വെക്കുക. ഇതുപോലെ ഓരോ പ്രോൺസും ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. ആൻഡ് ബോട്ടം പാർട്ടിലും ടോപ്പ് പാർട്ടിലും സെൻറ്ററിലായിട്ട് ചെറിയ സ്ലിറ്റ് ഇട്ട് ജെൻ്റ്ലി പ്രസ് ചെയ്ത് ഫ്ലാറ്റൻ ചെയ്ത് വെക്കുക. ഇപ്പം ഞാൻ എല്ലാ പ്രോൺസും ഇതുപോലെ ചെറിയ സ്ലിറ്റ് ഇട്ട് സ്ട്രെയിറ്റൻ ആക്കി വെച്ചിട്ടുണ്ട്. സോ ഇനി ഇതുപോലെ നന്നായിട്ട് പാഡ് ഡ്രൈ ചെയ്തെടുക്കുക. പാഡ് ഡ്രൈ ചെയ്യുന്നത് ഏത് ടെമ്പൂര റെസിപ്പിക്കാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്. സോ നന്നായിട്ട് പ്രോൺസ് ഡ്രൈ ആക്കുക. ദെൻ കുറച്ച് ഫ്ലവർ പ്രോൺസിൽ ഡസ്റ്റ് ചെയ്യുക. സോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് പ്രോൺസിൻ്റെ ബാറ്റർ നന്നായിട്ട് കോട്ട് ചെയ്യാനായിട്ടാണ്. സോ ഇതുപോലെ എല്ലാ പ്രോൺസും മൈദയിലൊന്ന് ഡിപ്പ് ചെയ്ത് എക്സ്ട്രാ ആയിട്ടുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് നേരത്തെ വെച്ച പോലെ തന്നെ പ്രോൺസ് വയ്ക്കുക. ഇതിപ്പോൾ നമ്മൾ എല്ലാ പ്രോൺസിലും മൈദ ഡസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കാം. സോ ബാറ്ററിനായിട്ട് 1 കപ്പ് മൈദ, 1/4 കപ്പ് കോൺസ്റ്റാർച്ച്, 1/2 teaspoon baking powder, 1/2 teaspoon pepper powder, salt needed, then കുറച്ച് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത സെല്ലറി ലീവ്സ്. ഇത്രയൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. സോ ഇനി ഡ്രൈ ഫ്ലവറിലോട്ട് ആഡ് ചെയ്യാനുള്ള എഗ്സ് ആണ് റെഡിയാക്കാൻ പോകുന്നത്. എഗ്സ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഈ ബീറ്റൻ എഗ്സിലോട്ട് കുറച്ച് കോൾഡ് വാട്ടർ ആഡ് ചെയ്യുക. ജസ്റ്റ് നമ്മുടെ ബാറ്റർ ആക്കാനുള്ള വാട്ടർ ആഡ് ചെയ്താൽ മതി. മേ ബി ഒരു 1/4 കപ്പ്. സോ ഇതിപ്പോൾ ഗസ്റ്റൊക്കെ വരുന്നേക്കാൾ മുമ്പാണ് ഫ്രൈ ചെയ്യണത് നല്ലത്. അപ്പോൾ എപ്പോഴും ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ലാസ്റ്റ് മിനിറ്റ് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്താൽ മതിയാവും. സോ ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കിയ ഡ്രൈ ഫ്ലവറിലോട്ട് ഈ ബീറ്റൻ എഗ്സും കോൾഡ് വാട്ടറും മിക്സ് ചെയ്യാം. ഞാൻ കുറച്ചുകൂടി കോൾഡ് വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു സെമി തിക്ക് കൺസിസ്റ്റൻസിയാണ് ഈ ഒരു ബാറ്ററിന് വേണ്ടത്. ദെൻ സോൾട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഒരു 1 ടീസ്പൂൺ ലൈം ജ്യൂസ് ആഡ് ചെയ്യുക. ദെൻ ബാറ്റർ ഒന്ന് ചെക്ക് ചെയ്ത് ലൈം ജ്യൂസ് വേണ്ടവർക്ക് കുറച്ചുകൂടി ആഡ് ചെയ്യാം. നമ്മൾ പ്രോൺസിൽ സോൾട്ടും പെപ്പറും ഒന്നും ആഡ് ചെയ്യാതെ സീസൺ ചെയ്യാതെയാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ബാറ്ററിൽ കുറച്ചുകൂടി സോൾട്ടും പെപ്പറും ലൈമൊക്കെ കുറച്ചുകൂടി ആഡ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ബാറ്ററിന് വേണ്ടത്. ഇനി ഫ്രൈ ചെയ്യാം. സോ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വെച്ച് ഓയിൽ ആഡ് ചെയ്യുക. പ്രോൺസ് എപ്പോഴും മുങ്ങിക്കെടുക്കാൻ മാത്രമുള്ള ഓയിൽ ആഡ് ചെയ്തിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ആൻഡ് 3 കാര്യം നോട്ട് ചെയ്യാനുള്ളത്: ഓയിൽ എപ്പോഴും നല്ല ചൂടായിട്ട് വേണം പ്രോൺസ് ഫ്രൈ ചെയ്യാനായിട്ട്. ആൻഡ് ചെറിയ ബാച്ചസ് ആയിട്ട് വേണം പ്രോൺസ് ഫ്രൈ ചെയ്യാനായിട്ട്. സോ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ടോ എന്ന് ബാറ്റർ ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മൈദ ഡസ്റ്റ് ചെയ്ത പ്രോൺസ് ഇതിൽ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യാം.
സോ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പ്രോൺസ് ഫ്രൈ ചെയ്യാനായിട്ട്. സോ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്ന വരെ പ്രോൺസ് ഫ്രൈ ചെയ്യുക. സോ നമ്മുടെ ഫസ്റ്റ് ബാച്ച് പ്രോൺസ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഇതുപോലെ ടിഷ്യൂ ലൈൻ ചെയ്ത ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. സോ ഇനി സെക്കൻഡ് ബാച്ച് ഇടുന്നേക്കാളും മുമ്പ് ഓയിൽ ശരിക്കും ഹോട്ടായിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പ്രോൺസ് ആഡ് ചെയ്യാം സെക്കൻഡ് ബാച്ച്. ടെമ്പറേച്ചർ എപ്പോഴും ഡ്രോപ്പ് ചെയ്യാതെ ശ്രദ്ധിക്കാനായിട്ടാണ് ഞാൻ അങ്ങനെ നേരത്തെ ഒരു കുറച്ച് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രോൺസ് ആഡ് ചെയ്ത്. സോ ഇതുപോലെ 2 സൈഡും ഇതുപോലെ മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സെക്കൻഡ് ബാച്ചും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. സോ ആദ്യത്തെ ഡിപ്പിനായിട്ട് കുറച്ച് മേയോ, കുറച്ച് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് സ്പ്രിംഗ് അനിയൻ, പെപ്പർ, ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ഡിപ്പ്. സെക്കൻഡ് ഡിപ്പിന് ഒരു 2 ടീസ്പൂൺ ഗ്രേറ്റഡ് ജിഞ്ചർ, ബ്രൗൺ ഷുഗർ ഒരു 2 ടീസ്പൂൺ, സോയ സോസ് 4 ടേബിൾ സ്പൂൺ ആൻഡ് വിനീഗർ 1 ടീസ്പൂൺ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഫ്ലേവേഴ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ കുറച്ചുകൂടി ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് ആൻഡ് വിനീഗർ ഓൾസോ. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലോട്ട് ആക്കാവുന്നേ ഉള്ളൂ. ജിഞ്ചർ ആണെങ്കിലും വിനീഗർ ആണെങ്കിലും ബ്രൗൺ ഷുഗർ ആണെങ്കിലും ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ആഡ് ചെയ്യാം. ഇപ്പോൾ ഈ ഡിപ്പും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റ് ചെയ്യാം. സോ നമ്മൾ നേരത്തെ റെഡിയാക്കിയ സോയ സോസ് ഡിപ്പ് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ദെൻ മേയോ ഡിപ്പ്, കുറച്ച് സ്വീറ്റ് ചില്ലി സോസ്, ദെൻ നമ്മൾ നേരത്തെ റെഡിയാക്കിയ പ്രോൺ ടെമ്പൂര. എപ്പോഴും ടെയിൽ ഓൺ ആയിട്ടുള്ള പ്രോൺസ് ആയിരിക്കും ഈ ഒരു പ്രിപ്പറേഷന് നല്ലത്. ഫൈൻലി ചോപ്ഡ് സെലറി ലീവ്സ് അതുകൂടി സ്പ്രിങ്കിൾ ചെയ്ത് സെർവ് ചെയ്യാം.